ഇന്ന് നമുക്ക് കടയിൽ കിട്ടുന്ന അതേ സ്വാദിൽ തന്നെ വീട്ടിൽ മയോണൈസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. വളരെ ഈസിയാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ മയോണൈസ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ മയോണൈസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറാണ് വേണ്ടത്. എണ്ണമയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമോ ഒട്ടും ഇല്ലാത്തൊരു മിക്സിയുടെ ജാറാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതിലേക്ക് ഒട്ടും തണുപ്പില്ലാത്തൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഒന്നും മുട്ട ഉപയോഗിക്കാൻ പാടില്ല. തണുപ്പ് മാറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഫ്ലേവർ ഒന്നുമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അതല്ലാത്ത ഏത് ഓയിലും ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 30 സെക്കൻഡ് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇതൊരു ഇച്ചിരി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. നമുക്കൊരിത്തിരി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പം ബാക്കിയുള്ള 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ 30 സെക്കൻഡ് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഈ ഓയിലിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ മുട്ടയുടെ വലിപ്പം അനുസരിച്ച് വ്യത്യാസപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തത്, അതിനുശേഷം ബാക്കിയുള്ള 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പരുവത്തിൽ കണ്ടോ, ഇത്രയും കട്ടി വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ഓയിലിൻ്റെ അളവിൽ വ്യത്യാസപ്പെടുത്തുക. ഞാനപ്പോൾ ഈ ഒരു മുട്ടയിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തപ്പോഴേക്കും എനിക്ക് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടിയിട്ടോ. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടി അല്ലെങ്കിൽ ഏതെങ്കിലും സോസുകൾ അതെല്ലാം ചേർത്ത് കൊടുത്ത് ഈ മയോണൈസിൻ്റെ ഫ്ലേവർ നമുക്ക് മാറ്റിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് ഉപയോഗിക്കാൻ ഇഷ്ടമെങ്കിൽ പ്ലെയിൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒറ്റ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, മിക്സിയുടെ ജാർ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ മുട്ടയ്ക്ക് ഒട്ടും തണുപ്പ് പാടില്ല കേട്ടോ. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി മയോണൈസ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മയോണൈസിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.